മജ്മനികായ 82 രട്ടബാലസുത്ത്. ഞാൻ ഇങ്ങനെ കേട്ടു. ഒരിക്കൽ ഭഗവാൻ ഒരുപാട് ഭിക്ഷസംഘങ്ങൾക്ക് ഒപ്പം കുരുദേശത്ത് വിഹരിക്കുകയായിരുന്നു. ആ കുരുദേശത്ത് തുല്ലകോട്ടിക എന്ന് പറയുന്ന ഒരു നഗരമുണ്ടായിരുന്നു. അവിടെ ഭഗവാൻ ഒരുപാട് ഭിക്ഷസംഘങ്ങളുമായിട്ട് അവിടെ എത്തിച്ചേർന്നു. തുല്ലകോട്ടിക നഗരത്തിലുള്ള ഗൃഹസ്ഥന്മാരും ബ്രാഹ്മണന്മാരും ഇങ്ങനെ കേട്ടു. ശ്രമണ ഗൗതമൻ, അദ്ദേഹം ഒരു ശാക്യനാണ്. ശാക്യകുലത്തിൽ നിന്ന് അദ്ദേഹം ഭിക്ഷുവായ വ്യക്തിയാണ്. അദ്ദേഹം തുല്ലകോട്ടിക നഗരത്തിൽ ഒരുപാട് ഭിക്ഷുക്കളും ആയിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ പറ്റി ഇങ്ങനെയുള്ള ഒരു കീർത്തി ശബ്ദം പരന്നിട്ടുണ്ട്. അദ്ദേഹം ഭഗവാനാണ്, അർഹന്തനാണ്, സമ്മാസംബുദ്ധനാണ്, വിദ്യയിലും ആചരണത്തിലും സമ്പന്നനാണ്, പരിശുദ്ധനാണ്, ലോകത്തെ അറിയുന്ന വ്യക്തിയാണ്, ധർമ്മം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും പരിശീലിപ്പിക്കുന്ന വ്യക്തിയാണ്, ദേവന്മാരുടെയും മനുഷ്യന്മാരുടെയും ശാസ്താവാണ്, ബുദ്ധനാണ്, ഭഗവാനാണ്. അദ്ദേഹം ഈ ലോകത്തിലെ സകല ദേവന്മാരെയും മാരന്മാരെയും ബ്രഹ്മന്മാരെയും ശ്രമണ ബ്രാഹ്മണന്മാരെയും ശരിയായിട്ട് അറിയുന്നുണ്ട്. ദേവന്മാരെയും മനുഷ്യന്മാരെയും പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും തൻ്റെ ഉള്ളിൽ അന്തർദൃഷ്ടി കൊണ്ട് അറിഞ്ഞ് വിഹരിക്കുകയാണ്. എന്നിട്ട് അതിനെ മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു. അദ്ദേഹം പഠിപ്പിക്കുന്ന ധർമ്മം തുടക്കത്തിലും കല്യാണകരമാണ്, മധ്യത്തിലും കല്യാണകരമാണ്, ഒടുക്കത്തിലും കല്യാണകരമാണ്, അർത്ഥവത്താണ്, വളരെ നന്നായിട്ട് വിവരിക്കപ്പെട്ടതാണ്. കേവലം പരിശുദ്ധവും കേവലം പരിപൂർണവുമായിട്ടുള്ള ഒരു ബ്രഹ്മചര്യ ജീവിതമാണ് അദ്ദേഹം പ്രകാശിപ്പിക്കുന്നത്. ഇത്തരം അർഹന്തന്മാരെ കാണുന്നത് വളരെ നല്ല കാര്യമാണ്, വളരെ പുണ്യകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ തുല്ലകോട്ടിക നഗരത്തിലുള്ള ഗൃഹസ്ഥന്മാരും അതേപോലെ തന്നെ ബ്രാഹ്മണന്മാരും അദ്ദേഹത്തെ കാണാൻ പോയി. ഇരിക്കുന്നതിന് മുമ്പ് ചിലർ അദ്ദേഹത്തെ വന്ദിച്ചു, ചിലർ അദ്ദേഹവുമായിട്ട് കുശലപ്രശ്നങ്ങൾ ചെയ്തു, ചിലർ അദ്ദേഹത്തിന് നേരെ കൈകൂപ്പി നമസ്കരിച്ചു, ചിലർ അവരുടെ പേരും കുലവും വെളിപ്പെടുത്തി, ചിലർ മൗനമായിട്ട് ഇരുന്നു. അതിനുശേഷം അവർ ഇരുന്നു കഴിഞ്ഞപ്പോൾ ഭഗവാൻ അവർക്ക് ധർമ്മോപദേശത്താൽ അറിവ് പകർന്നു നൽകി, അവരെ പ്രേരിപ്പിച്ചു, അവരെ ഉത്സാഹിപ്പിച്ചു, ഉണർവുണ്ടാക്കി, ധർമ്മകഥയാൽ അവരെ സ്വാധീനിച്ചു. ആ സമയത്ത് ആ സഭയിൽ രട്ടബാലൻ എന്ന ഒരു കുലപുത്രൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ആ തുല്ലകോട്ടിക നഗരത്തിലെ ഒരു ഉയർന്ന കുലത്തിൽ ജനിച്ച ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ആ വ്യക്തി ഇങ്ങനെ ചിന്തിച്ചു, ഭഗവാന്റെ ധർമ്മം ഞാൻ അറിഞ്ഞിടത്തോളം ഇങ്ങനെയാണ്. ശങ്കിനെ പോലെ പരിശുദ്ധമായിട്ടുള്ള ആ ബ്രഹ്മചര്യം ജീവിക്കുന്നതിന് ഗൃഹസ്ഥ ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് അതിനെ അഭ്യസിക്കുക എളുപ്പമല്ല. എന്തുകൊണ്ട് ഞാൻ എൻ്റെ താടിയും മുടിയും വടിച്ച് കാഷായ വസ്ത്രം ധരിച്ച് ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസിയായിക്കൂടാ? അപ്പോൾ ഭഗവാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളോടും സമ്മതിച്ച്, അത് ശരിയെന്ന് സമ്മതിച്ച് തുല്ലകോട്ടികയിലെ ആ ഗൃഹസ്ഥന്മാരും ബ്രാഹ്മണന്മാരും തങ്ങളുടെ ആസനങ്ങളിൽ നിന്ന് എഴുന്നേറ്റു, ഭഗവാനെ വന്ദിച്ചു. എന്നിട്ട് 3 പ്രാവശ്യം അദ്ദേഹത്തിനെ വലതുവശത്താക്കി പ്രദക്ഷിണം ചെയ്തു. അതിനുശേഷം അവർ അവിടെ നിന്ന് പോയി. അവർ പോയ ഉടനെ രട്ടബാലൻ ഭഗവാന്റെ അടുത്ത് പോയി അദ്ദേഹത്തെ വന്ദിച്ചു. എന്നിട്ട് ഒരു ഭാഗത്തിരുന്നു. എന്നിട്ടിങ്ങനെ പറഞ്ഞു, ബന്ദേ, ഞാൻ അങ്ങയുടെ ശിക്ഷയെ ഗ്രഹിച്ചിടത്തോളം ശങ്കിനെ പോലെ പരിശുദ്ധമായിട്ടുള്ള ആ ബ്രഹ്മചര്യ ജീവിതം ഗൃഹസ്ഥ ജീവിതത്തിൽ നയിക്കാൻ ദുഷ്കരമാണ്. ഞാൻ എൻ്റെ താടിയും മുടിയും വടിച്ച് കാഷായ വസ്ത്രം ധരിച്ച് ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസിയാകാൻ ആഗ്രഹിക്കുന്നു, ഭിക്ഷുവാകാൻ ആഗ്രഹിക്കുന്നു. ബന്ദേ, ഭഗവാൻ എനിക്ക് പ്രവജ്യ നൽകിയാലും ഉപസമ്പദ നൽകിയാലും, ബന്ദേ, ഭഗവാൻ എനിക്ക് പ്രവജ്യ നൽകിയാലും ഭഗവാൻ എനിക്ക് ഉപസമ്പദ നൽകിയാലും. രട്ടബാല, താങ്കൾക്ക് താങ്കളുടെ അച്ഛൻ്റെയും അമ്മയുടെയും അനുവാദമുണ്ടോ? ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസാകാൻ അവർ സമ്മതിച്ചിട്ടുണ്ടോ? ഇല്ല ബന്ദേ. രട്ടബാല, തഥാഗതൻ ഒരിക്കലും അച്ഛനമ്മമാരുടെ സമ്മതമില്ലാതെ അവരുടെ പുത്രന്മാർക്ക് പ്രവജ്യ കൊടുക്കാറില്ല, ഉപസമ്പദ കൊടുക്കാറില്ല. ബന്ദേ, എനിക്ക് എൻ്റെ അച്ഛനമ്മമാരുടെ അനുവാദം കിട്ടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിനുശേഷം രട്ടബാലൻ തൻ്റെ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റു, ഭഗവാനെ വന്ദിച്ചു. ആദരപൂർവം ഭഗവാനെ വലതുവശത്താക്കി അദ്ദേഹം 3 തവണ പ്രദക്ഷിണം വെച്ചു.
എന്നിട്ട് തൻ്റെ അച്ഛനമ്മമാരുടെ അടുത്ത് പോയി അവരോട് ഇങ്ങനെ പറഞ്ഞു: മാതാപിതാക്കന്മാരെ, ഞാൻ ഭഗവാന്റെ ശിക്ഷണത്തെ അറിഞ്ഞിടത്തോളം ശംഖുപോലെ പരിശുദ്ധമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ബ്രഹ്മചര്യ ജീവിതം ഗൃഹസ്ഥ ജീവിതത്തിൽ ദുഷ്കരമാണ്. ഞാൻ എൻ്റെ താടിയും മുടിയും വടിച്ച് കാഷായ വസ്ത്രം ധരിച്ച് ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് ഭിക്ഷുവായിട്ട് തീരാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിക്കാനുള്ള അനുവാദം തന്നാലും. അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു: പുത്ര രട്ടപാല, താങ്കളാണ് ഞങ്ങളുടെ ഒരേ ഒരു പുത്രൻ. താങ്കളെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. ഞങ്ങൾ താങ്കളെ സ്നേഹിക്കുന്നു. നിങ്ങൾ വളരെ തരുണനാണ്. ദുഃഖമില്ലാതെയാണ് നിങ്ങളെ വളർത്തിയത്. ദുഃഖത്തെപ്പറ്റി താങ്കൾക്ക് ഒന്നും തന്നെ അറിയില്ല. ഞങ്ങളുടെ സമ്മതമില്ലാതെ മരണത്തിന് പോലും താങ്കളെ നഷ്ടപ്പെടുത്താൻ സാധിക്കില്ല. അപ്പോൾ പിന്നെ താങ്കൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എങ്ങനെ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിക്കാൻ താങ്കൾക്ക് അനുവാദം തരാൻ സാധിക്കും? രണ്ടാമതും മൂന്നാമതും രാഷ്ട്രപാലൻ മാതാപിതാക്കളോട് സമ്മതം ചോദിച്ചു. പക്ഷേ 3 പ്രാവശ്യവും അവർ അപ്രകാരം തന്നെ ഉത്തരം കൊടുത്തു. അപ്പോൾ രാഷ്ട്രപാലൻ ഇങ്ങനെ ചിന്തിച്ചു: എൻ്റെ അമ്മയും അച്ഛനും ഒരിക്കലും ഭിക്ഷുവാകാൻ എന്നെ സമ്മതിക്കില്ല. അപ്പോൾ രാഷ്ട്രപാലൻ അവിടെ ഭൂമിയിൽ തന്നെ കിടന്നു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: ഒന്നുകിൽ ഞാൻ ഇവിടെ കിടന്ന് മരിക്കും, അല്ലെങ്കിൽ ഞാൻ ഒരു ഭിക്ഷുവാകും. അപ്പോൾ അദ്ദേഹം ഭക്ഷണം ഉപേക്ഷിച്ചു. 7 ഭക്ഷണകാലം വരെ ഭക്ഷണം ഉപേക്ഷിച്ചു. അപ്പോൾ രാഷ്ട്രപാലൻ്റെ മാതാപിതാക്കന്മാർ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു: പ്രിയ രാഷ്ട്രപാല, താങ്കളാണ് ഞങ്ങളുടെ ഒരേ ഒരു പുത്രൻ. താങ്കൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്. ഞങ്ങൾ താങ്കളെ സ്നേഹിക്കുന്നു. സുഖലോലുപനായിട്ടാണ് താങ്കൾ വളർന്നത്. സുഖത്തോടെയോടെയാണ് താങ്കളെ വളർത്തിയത്. ദുഃഖത്തെപ്പറ്റി താങ്കൾക്ക് ഒന്നും തന്നെ അറിയില്ല. ഞങ്ങളുടെ ആഗ്രഹമില്ലാതെ താങ്കൾ മരിക്കുക പോലും ചെയ്യില്ല. പിന്നെ എങ്ങനെയാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ താങ്കൾക്ക് ഭിക്ഷുവാകാൻ ഞങ്ങൾ അനുവാദം തരിക? എണീക്കൂ രാഷ്ട്രപാല, ഭക്ഷണം കഴിക്കുക, പാനീയങ്ങൾ കുടിക്കുക, സ്വയം സന്തോഷിക്കുക. ഇന്ദ്രിയസുഖങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് തന്നെ ധാരാളം പുണ്യങ്ങളും സമ്പാദിക്കാമല്ലോ. എന്നാലും താങ്കളെ ഭിക്ഷുവാകാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളുടെ ആഗ്രഹമില്ലാതെ താങ്കൾ മരിക്കുക പോലുമില്ല. പിന്നെ എങ്ങനെയാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ താങ്കൾക്ക് സന്യാസിയാകാൻ ഞങ്ങൾ സമ്മതം തരുന്നത്? അവർ അങ്ങനെ പറഞ്ഞപ്പോൾ രാഷ്ട്രപാലൻ മൗനമായിട്ട് ഇരുന്നു. രണ്ടാമതും മൂന്നാമതും തവണ അച്ഛനമ്മമാർ അങ്ങനെ തന്നെ പറഞ്ഞു. പക്ഷേ രാഷ്ട്രപാലൻ മൗനനായിട്ട് ഇരുന്നു. അപ്പോൾ രക്ഷപാലൻ്റെ അച്ഛനമ്മമാർ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ പോയി കണ്ടു. എന്നിട്ട് സാഹചര്യത്തെപ്പറ്റി അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി. എന്നിട്ട് അവരുടെ സഹായം ചോദിച്ചു. അപ്പോൾ രാഷ്ട്രപാലൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: മിത്രമേ രാഷ്ട്രപാല, താങ്കൾ താങ്കളുടെ അച്ഛനമ്മമാർക്ക് ഒരേ ഒരു പുത്രനാണ്. നിങ്ങൾ അവർക്ക് വളരെ പ്രിയപ്പെട്ട വ്യക്തിയാണ്. അവർ താങ്കളെ സ്നേഹിക്കുന്നു. താങ്കൾ വളരെ സുഖലോലുപനാണ്. വളരെ സുഖത്തോടു കൂടിയാണ് താങ്കളെ വളർത്തിയത്. താങ്കൾക്ക് ദുഃഖത്തെപ്പറ്റി ഒന്നും തന്നെ അറിയില്ല. താങ്കൾ മരിക്കുകയാണെങ്കിൽ തന്നെ അച്ഛനമ്മമാരുടെ ആഗ്രഹമില്ലാതെയാണ് മരിക്കുക. പിന്നെ എങ്ങനെയാണ് താങ്കൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ താങ്കൾക്ക് ഭിക്ഷുവാകാനുള്ള അനുവാദം അവർ തരുന്നത്? രാഷ്ട്രപാല, എഴുന്നേൽക്കൂ, കുടിക്കൂ, ഭക്ഷിക്കൂ. താങ്കൾ സ്വയം സന്തോഷിക്കുക. ഇന്ദ്രിയസുഖങ്ങൾ അനുഭവിച്ച് സന്തോഷിക്കുന്നതിനോടൊപ്പം തന്നെ പുണ്യകർമ്മങ്ങളും ചെയ്യുക. താങ്കളുടെ അച്ഛനമ്മമാർ ഒരിക്കലും താങ്കളെ സന്യാസിയാകാൻ സമ്മതിക്കില്ല. താങ്കൾ മരിക്കുകയാണെങ്കിൽ പോലും അത് അച്ഛനമ്മമാരുടെ ആഗ്രഹത്തിന് എതിരായിരിക്കും. പിന്നെ ഇങ്ങനെയാണ് താങ്കൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഭിക്ഷുവാകാൻ അവർ അനുവാദം തരുന്നത്? അവർ അങ്ങനെ പറഞ്ഞപ്പോൾ രക്ഷപാലൻ മൗനമായിട്ട് ഇരുന്നു. 2ാം പ്രാവശ്യം 3ാം പ്രാവശ്യം അവർ അങ്ങനെ പറഞ്ഞു. എന്നാൽ 3 പ്രാവശ്യവും രക്ഷപാലൻ മൗനമായിട്ടിരുന്നു. അപ്പോൾ രക്ഷപാലൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളോട് ഇങ്ങനെ പറഞ്ഞു: മാതാപിതാക്കളെ, രക്ഷപാലൻ വെറും നിലത്ത് കിടക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ പറയുകയാണ്: ഞാൻ ഒന്നുകിൽ മരിക്കും, അല്ലെങ്കിൽ ഭിക്ഷുവാകും. നിങ്ങൾ രക്ഷപാലനെ ഭിക്ഷുവാകാൻ അനുവദിച്ചിട്ടില്ല എങ്കിൽ അദ്ദേഹം അവിടെ തന്നെ കിടന്ന് മരിക്കും. എന്നാൽ നിങ്ങൾ അദ്ദേഹത്തെ ഭിക്ഷുവാകാൻ സമ്മതിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അദ്ദേഹത്തെ പിന്നീടും കാണാവുന്നതാണ്. അതുകൂടാതെ ഭിക്ഷുവിൻ്റെ ജീവിതം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അദ്ദേഹം എങ്ങോട്ട് പോകാനാണ്?
അദ്ദേഹം തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. അതിനാൽ രാഷ്ട്രപാലന് ഭിക്ഷുവാകാനുള്ള സമ്മതം കൊടുത്താലും. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ പുത്രന് ഭിക്ഷുവാകാൻ സമ്മതം കൊടുക്കുന്നു. എന്നാൽ ഭിക്ഷുവായി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഞങ്ങളെ തീർച്ചയായിട്ടും സന്ദർശിക്കണം. അപ്പോൾ രക്ഷപാലൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. എന്നിട്ട് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, രക്ഷപാല, എഴുന്നേൽക്കൂ. താങ്കളുടെ മാതാപിതാക്കൾ താങ്കൾക്ക് ഭിക്ഷുവാകാൻ സമ്മതം തന്നിരിക്കുന്നു. എന്നാൽ ഭിക്ഷുവായി കഴിഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ തീർച്ചയായിട്ടും താങ്കളുടെ അച്ഛനമ്മമാരെ സന്ദർശിക്കണം. അപ്പോൾ രാഷ്ട്രപാലൻ എഴുന്നേറ്റു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുത്തു. അതിനുശേഷം ഭഗവാന്റെ അടുത്തെത്തി അദ്ദേഹത്തെ വന്ദിച്ചു. എന്നിട്ട് ഒരു ഭാഗത്തിരുന്നു. എന്നിട്ട് ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, ബന്ദേ, എൻ്റെ അച്ഛനും അമ്മയും ഗൃഹസ്ഥജീവിതം ഉപേക്ഷിച്ച് ഭിക്ഷുവാകാൻ എനിക്ക് സമ്മതം തന്നിട്ടുണ്ട്. അതിനാൽ ബന്ദേ, അങ്ങ് എനിക്ക് പ്രവജ്യ തന്നാലും. അപ്പോൾ ഭഗവാന്റെ മുന്നിൽ വെച്ച് രാഷ്ട്രപാലകന് പ്രവചിയും അതേപോലെ തന്നെ ഉപസമ്പതിയും ലഭിച്ചു. രാഷ്ട്രപാലകൻ്റെ ഉപസമ്പതിക്ക് ശേഷം അധിക സമയമായിട്ടില്ല, 14 ദിവസം കഴിഞ്ഞതേയുള്ളൂ. അപ്പോൾ ഭഗവാൻ തുല്ലകോട്ടികയിൽ എത്രത്തോളം താമസിക്കണമോ അത്രത്തോളം താമസിച്ചതിന് ശേഷം അദ്ദേഹം സാവത്തിയിലേക്ക് യാത്രയായി. ക്രമേണ ചാരിക ചെയ്ത് അദ്ദേഹം ശ്രാവസ്തിയിൽ എത്തിച്ചേർന്നു. ശ്രാവസ്തിയിൽ ജേതവനത്തിലുള്ള അനാഥപിണ്ഡകൻ്റെ ആശ്രമത്തിലായിരുന്നു അദ്ദേഹം വിഹരിച്ചിരുന്നത്. ആ സമയത്ത് ആയുഷ്മാൻ രാഷ്ട്രപാലൻ അദ്ദേഹം ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ട് തൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ആലസ്യമില്ലാതെ ഉത്സാഹത്തോടുകൂടിയും ദൃഢനിശ്ചയത്തോടുകൂടിയും പ്രയത്നിച്ച് ഈ ജീവിതത്തിൽ തന്നെ ബ്രഹ്മചര്യത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ആ ലക്ഷ്യം നേടി. സ്വന്തം ദൃഷ്ടിയാൽ ആ ലക്ഷ്യത്തെ തൻ്റെ ഉള്ളിൽ സാക്ഷാത്കരിച്ച് അദ്ദേഹം ജീവിക്കാൻ തുടങ്ങി. അതിനു വേണ്ടിയിട്ടാണ് കുലപുത്രന്മാർ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസിയായിട്ട് തീരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ മനസ്സിലായി, എൻ്റെ പുനർജന്മം അവസാനിച്ചു, ബ്രഹ്മചര്യ ജീവിതം പൂർത്തിയാക്കി, ഏതൊന്ന് ചെയ്യണമോ അത് ചെയ്തു, ഇനി എനിക്ക് ഒരിടത്തും പുനർജന്മം ഉണ്ടാകില്ല. അങ്ങനെ ആയുഷ്മാൻ രാഷ്ട്രപാലൻ അനേകം അർഹന്തന്മാരിൽ ഒരു അർഹന്തനായിട്ട് തീർന്നു. അതായത് പൂർണ്ണമായിട്ട് മുക്തനായിട്ട് തീർന്നു. അതിനുശേഷം ആയുഷ്മാൻ രാഷ്ട്രപാലൻ ഭഗവാന്റെ അടുത്ത് പോയി അദ്ദേഹത്തെ വന്ദിച്ചു. എന്നിട്ട് ഒരു ഭാഗത്തിരുന്നു. എന്നിട്ട് ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, ബന്ദേ, അങ്ങ് സമ്മതിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ അച്ഛനമ്മമാരെ ഒന്ന് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഭഗവാൻ തൻ്റെ ചിത്തത്താൽ രാഷ്ട്രപാലകൻ്റെ ചിത്തത്തെ മനസ്സിലാക്കി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അറിഞ്ഞു, ഇനി ഒരിക്കലും രക്ഷപാലകന് സന്യാസ ജീവിതം ഉപേക്ഷിച്ച് ഗൃഹസ്ഥനാകാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഭഗവാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, രാഷ്ട്രപാല, താങ്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ താങ്കൾക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു വ്യക്തി ശ്രോതാപന്നനായി സഗ്ദാഗാമിയായി അനാഗാമി അവസ്ഥയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പിന്നെ മൈഥുനധർമ്മം അല്ലെങ്കിൽ കാമാസക്തി എന്ന അവസ്ഥ ഒട്ടും തന്നെ ഇല്ലാതാവുന്നു. അത് കഴിഞ്ഞ് അർഹന്തനായി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ആസവങ്ങളും ആ വ്യക്തിയിൽ നിന്ന് ഇല്ലാതായി തീരുന്നു. പിന്നീട് ഒരിക്കലും ആ വ്യക്തിക്ക് ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ഒരു തരത്തിലുള്ള തെറ്റോ കുറ്റകരമായിട്ടുള്ള പ്രവൃത്തിയോ ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല. അതുകൂടാതെ അർഹന്തനായിട്ടുള്ള ഒരു വ്യക്തിക്ക് പിന്നീട് ഗൃഹസ്ഥ ജീവിതവും സാധ്യമല്ല. അതിനുശേഷം രക്ഷപാലകൻ തൻ്റെ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് ഭഗവാനെ വന്ദിച്ചു. ഭഗവാനെ വലതുവശത്തിൽ വരുന്ന വിധം 3 തവണ പ്രദക്ഷിണം ചെയ്തു. തൻ്റെ താമസ സ്ഥലം എല്ലാം തന്നെ ശരിയാക്കിയതിന് ശേഷം ഭിക്ഷാപാത്രവും ചീവരവും എടുത്തുകൊണ്ട് തുല്ലകോട്ടികയിലേക്ക് യാത്രയായി. ക്രമേണ അദ്ദേഹം തുല്ലകോട്ടികയിൽ എത്തി. അവിടെ അദ്ദേഹം രാജാവ് കൊരവ്യയുടെ മാനുകൾ വിഹരിക്കുന്ന പൂന്തോട്ടത്തിൽ താമസിച്ചു. അതിനുശേഷം ആയുഷ്മാൻ രാഷ്ട്രപാലൻ രാവിലെ വസ്ത്രമെല്ലാം അണിഞ്ഞതിന് ശേഷം ഭിക്ഷാപാത്രവും ചീവരവും എടുത്ത് തുല്ലകോട്ടികയിലേക്ക് ഭിക്ഷാടനത്തിന് പുറപ്പെട്ടു. ഭിക്ഷാടനത്തിന് അലഞ്ഞു തിരിഞ്ഞ് നടന്നതിന് ശേഷം അദ്ദേഹം തൻ്റെ അച്ഛൻ്റെ വീട്ടിൽ എത്തി. ആ സമയത്ത് രക്ഷപാലൻ്റെ അച്ഛൻ മധ്യദ്വാരത്തിലിരുന്ന് തൻ്റെ തലമുടി ചീവുകയായിരുന്നു. അദ്ദേഹം ആയുഷ്മാൻ രാഷ്ട്രപാലൻ വരുന്നത് വളരെ ദൂരത്തുനിന്ന് തന്നെ കണ്ടു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു,
ഞങ്ങളുടെ ഒരേ ഒരു പുത്രനെ സന്യാസിയാക്കിച്ചത് ഈ തലമൊട്ടയടിച്ചിട്ടുള്ള വ്യക്തികളായിരുന്നു. ഇവരൊന്നും ശരിയായിട്ടുള്ള സന്യാസിമാരല്ല. അപ്പോൾ സ്വന്തം അച്ഛൻ്റെ ഗൃഹത്തിൽ നിന്ന് ആയുഷ്മാൻ രിട്ടബാലന് ഭിക്ഷാന്നം ഒന്നും തന്നെ ലഭിച്ചില്ല. മര്യാദയോടെയുള്ള നിരസനവും അവിടെ ഉണ്ടായില്ല. ചീത്തവിളിയാണ് അവിടെ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പോൾ ആ കുടുംബത്തിലെ അടിമയായിരുന്നിട്ടുള്ള ഒരു അടിമ സ്ത്രീ, അടിമയായിട്ടുള്ള ഒരു വേലക്കാരി ദാസി, അവൾ കഴിഞ്ഞ ദിവസത്തെ കഞ്ഞി കളയുന്നതിന് വേണ്ടി പുറത്തു വന്നു. അപ്പോൾ ആയുഷ്മാൻ രാഠബാലൻ അവളോട് പറഞ്ഞു, സഹോദരി, അത് കളയാനുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭിക്ഷാപാത്രത്തിലേക്ക് ഒഴിക്കൂ. ആ ദാസി തലേന്ന് രാത്രിയിലെ ആ കഞ്ഞി ആ ഭിക്ഷാപാത്രത്തിൽ ഒഴിക്കുന്ന സമയത്ത് ആയുഷ്മാൻ രിട്ടബാലകൻ്റെ കാലിൻ്റെയും കൈയിൻ്റെയും ശബ്ദത്തിൻ്റെയും ലക്ഷണം ആ ദാസി തിരിച്ചറിഞ്ഞു. അപ്പോൾ ആ ദാസി അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറഞ്ഞു, ആര്യയെ, താങ്കൾ ഇത് തീർച്ചയായിട്ടും അറിയേണ്ടുന്ന കാര്യമാണ്. ആര്യയുടെ പുത്രൻ രട്ടബാലൻ വന്നിട്ടുണ്ട്. ദാസി, നീ പറയുന്നത് സത്യമാണെങ്കിൽ ഞാൻ നിന്നെ സ്വതന്ത്രയാക്കും. അപ്പോൾ ആയുഷ്മാൻ രിട്ടബാലൻ്റെ അമ്മ രിട്ടബാലൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഗൃഹപതി, താങ്കൾ ഈ കാര്യം അറിയേണ്ടതുണ്ട്. നമ്മുടെ കുലപുത്രനായിട്ടുള്ള രട്ടബാലകൻ വന്നിട്ടുണ്ട്. ആ സമയത്ത് ആയുഷ്മാൻ രിട്ടബാലൻ തലേനാളിലെ കഞ്ഞി ഒരു ചുമരിനോട് ചേർന്ന് കുടിക്കുകയായിരുന്നു. രട്ടബാലകൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, പുത്ര രട്ടബാല, ഇത് കഴിഞ്ഞ രാത്രിയിലെ കഞ്ഞിയാണ്. അതാണോ താങ്കൾ കഴിക്കുന്നത്? എന്തുകൊണ്ട് സ്വന്തം വീട്ടിൽ പോയിക്കൂടാ? ഗൃഹപതി, ഞങ്ങൾക്ക് എന്ത് വീടാണുള്ളത്? ഞങ്ങൾ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസിയായിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഏത് വീടാണുള്ളത്? ഗൃഹപതി, ഞങ്ങൾക്ക് വീടൊന്നും തന്നെയില്ല. ഞാൻ താങ്കളുടെ വീട്ടിൽ വന്നു, പക്ഷേ എനിക്കിവിടെ ഭിക്ഷാന്നം ഒന്നും തന്നെ കിട്ടിയില്ല. മര്യാദയോടെയുള്ള നിരസനവും ഉണ്ടായില്ല. എന്നാൽ ചീത്തവിളി മാത്രമാണ് ലഭിച്ചത്. വരൂ പുത്ര രാഠബാല, നമ്മൾക്ക് വീട്ടിലേക്ക് പോകാം. ഗൃഹപതി, മതി, ഇന്ന് എൻ്റെ ഭക്ഷണം പൂർത്തിയായി. അങ്ങനെയാണെങ്കിൽ പുത്ര രാഠബാല, നാളെയുള്ള ഭക്ഷണം എന്നിൽ നിന്ന് സ്വീകരിച്ചാലും. അപ്പോൾ ആയുഷ്മാൻ രിട്ടബാലൻ മൗനനായിരുന്ന് അതിന് സമ്മതിച്ചു. ആയുഷ്മാൻ രിട്ടബാലൻ സമ്മതിച്ചു എന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ വീട്ടിനുള്ളിലേക്ക് പോയി. വീട്ടിലുള്ള സ്വർണ്ണ നാണയങ്ങളും അതേപോലെ തന്നെ മറ്റ് അനേകം വിലപിടിപ്പുള്ള രത്നങ്ങളും എല്ലാം ഒരു തുണിയിൽ അദ്ദേഹം പൊതിഞ്ഞു. എന്നിട്ട് അദ്ദേഹം ആയുഷ്മാൻ രിട്ടബാലൻ്റെ മുൻപുണ്ടായിരുന്ന പത്നിമാരോട് ഇങ്ങനെ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, എൻ്റെ പുത്രൻ രട്ടബാലകന് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ അണിഞ്ഞൊരുങ്ങുക. രാത്രി കഴിഞ്ഞ സമയത്ത് ആയുഷ്മാൻ രിട്ടബാലകൻ്റെ അച്ഛൻ വളരെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കിപ്പിച്ചു. എന്നിട്ട് ആയുഷ്മാൻ രിട്ടബാലൻ്റെ അടുത്ത് പോയി ഇങ്ങനെ പറഞ്ഞു, രിട്ടബാല പുത്ര, ഭക്ഷണം തയ്യാറാണ്. അപ്പോൾ ആയുഷ്മാൻ രിട്ടബാലൻ രാവിലെ വസ്ത്രമെല്ലാം ധരിച്ച് അദ്ദേഹത്തിൻ്റെ ഭിക്ഷാപാത്രവും ചീവരവും എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് നിലത്ത് വിരിച്ചിരിക്കുന്ന ആസനത്തിലിരുന്നു. രിട്ടബാലകൻ്റെ അച്ഛൻ ആ വസ്ത്രത്തിൽ പൊതിഞ്ഞിരിക്കുന്ന സ്വർണങ്ങൾ എല്ലാം, വിലപിടിപ്പുള്ള രത്നങ്ങളും എല്ലാം തന്നെ ആയുഷ്മാൻ രിട്ടബാലകനെ കാണിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, പുത്ര രിട്ടബാല, ഇത് താങ്കളുടെ അമ്മയുടെ കുടുംബസ്വത്താണ്. അച്ഛൻ്റെ കുടുംബസ്വത്ത് വേറെയുണ്ട്, പൂർവികരുടെ കുടുംബസ്വത്തും വേറെയുണ്ട്. പുത്ര രിട്ടബാല, ഈ ധനം എല്ലാം താങ്കൾക്ക് ആസ്വദിക്കാവുന്നതാണ്. ഇതുമൂലം താങ്കൾക്ക് ഒരുപാട് പുണ്യകർമ്മവും ചെയ്യാവുന്നതാണ്. അതിനാൽ രിട്ടബാല, കുടുംബജീവിതത്തിലേക്ക് തിരിച്ചു വരൂ. ഈ ധനത്തെ മുഴുവൻ ആസ്വദിക്കൂ. എന്നിട്ട് ധാരാളം പുണ്യവും സമ്പാദിക്കൂ. ഗൃഹപതി, താങ്കൾ എൻ്റെ ഉപദേശം സ്വീകരിക്കുകയാണെങ്കിൽ ഈ ധനത്തിന് മുഴുവൻ ഒരു വണ്ടിയിൽ നിറച്ച് ഗംഗയുടെ മധ്യത്തിൽ കൊണ്ടുപോയി അവിടെ ഉപേക്ഷിക്കുക. അത് എന്തുകൊണ്ടാണ്? ഗൃഹപതി, ഈ ധനത്തിനാൽ താങ്കൾക്ക് ശോകം, പരിദേവം, ദുഃഖം, ദോമനസം, ഉപായാസം ഇതെല്ലാം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ആയുഷ്മാൻ രിട്ടബാലൻ്റെ ഗൃഹസ്ഥാശ്രമത്തിലുണ്ടായിരുന്ന ഭാര്യമാർ എല്ലാവരും തന്നെ അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ചു. അദ്ദേഹത്തോട് അവർ ഇങ്ങനെ പറഞ്ഞു, ആര്യപുത്ര, ഏത് അപ്സരസകൾക്ക് വേണ്ടിയിട്ടാണ് താങ്കൾ ഈ ബ്രഹ്മചര്യ ജീവിതം അനുഷ്ഠിക്കുന്നത്?
അദ്ദേഹം തൻ്റെ ഭാര്യമാരോട് ഇങ്ങനെ പറഞ്ഞു: സഹോദരിമാരെ, അപ്സരസ്സുകൾക്ക് വേണ്ടിയല്ല ഞാൻ ഈ ബ്രഹ്മചര്യ ജീവിതം അനുഷ്ഠിക്കുന്നത്. നമ്മുടെ ആര്യപുത്രൻ ഞങ്ങളെ സഹോദരിമാർ എന്ന് അഭിസംബോധന ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പൂർവാശ്രമത്തിലെ ഭാര്യമാർ അവിടെ തന്നെ ബോധം കെട്ടു വീണു. അപ്പോൾ ആയുഷ്മാൻ രട്ടപാലൻ തൻ്റെ പിതാവിനോട് ഇങ്ങനെ പറഞ്ഞു: ഗ്രഹപതി, ഭക്ഷണമുണ്ടെങ്കിൽ താങ്കൾ ഭക്ഷണം തരിക, എന്നാൽ എന്നെ ദ്രോഹിക്കരുത്. പുത്ര രട്ടപാല, ഭക്ഷണം തയ്യാറാണ്, കഴിക്കുക. അപ്പോൾ രട്ടപാലകൻ്റെ അച്ഛൻ തൻ്റെ സ്വന്തം കൈകൊണ്ട് സ്വാദിഷ്ടമായിട്ടുള്ള പാകം ചെയ്തിട്ടുള്ള ഭക്ഷണം അദ്ദേഹത്തിന് മതിയാവോളം വിളമ്പിക്കൊടുത്തു. ഭക്ഷണം കഴിഞ്ഞ് ആയുഷ്മാൻ രട്ടപാലൻ തൻ്റെ കൈകളും ഭിക്ഷാപാത്രവും കഴുകിയതിന് ശേഷം അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ഗാഥകൾ ചൊല്ലി. അതായത് ഇങ്ങനെയുള്ള മനസ്സിൽ തട്ടിയ കവിതകൾ ചൊല്ലി. ഈ കവിതകൾ മുഴുവനും കുടുംബജീവിതത്തിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ദ്രിയസുഖങ്ങൾ ഭയാനകമാണ് എന്നുള്ള കാര്യത്തെപ്പറ്റിയാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഈ തരത്തിലുള്ള കവിതകൾ ചൊല്ലിയതിന് ശേഷം ആയുഷ്മാൻ രട്ടപാലൻ രാജാവ് കൊരവിയയുടെ മാനിൻ്റെ പാർക്കിലേക്ക് പോയി. എന്നിട്ട് ദിനത്തിൻ്റെ ധ്യാനത്തിനായിട്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്നു. രാജാ കൊരവിയ ആ പൂന്തോട്ടത്തിൻ്റെ മേൽനോട്ടക്കാരനോട് ഇങ്ങനെ പറഞ്ഞു: പൂന്തോട്ടക്കാരാ, ആ പൂന്തോട്ടം വൃത്തിയാക്കി വയ്ക്കുക, ഞാൻ അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ പൂന്തോട്ടക്കാരൻ ശരിയെന്ന് പറഞ്ഞു. പൂന്തോട്ടം വൃത്തിയാക്കുന്ന സമയത്ത് അദ്ദേഹം ആയുഷ്മാൻ രാഠപാലൻ ഒരു ഭാഗത്ത് ഇരുന്ന് ധ്യാനിക്കുന്നത് കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മഹാരാജാവിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ പറഞ്ഞു: മഹാരാജാവേ, മാനുകളുടെ പൂന്തോട്ടം തയ്യാറാണ്. തുല്ല കൊട്ടികയിലെ ഒരു ഉയർന്ന കുലത്തിലെ പുത്രനായിട്ടുള്ള ആയുഷ്മാൻ രട്ടപാലൻ, അദ്ദേഹത്തെപ്പറ്റി താങ്കൾ പലപ്പോഴും പ്രശംസിച്ച് സംസാരിക്കാറുണ്ട്. അദ്ദേഹം ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ധ്യാനിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ പാർക്കിലുള്ള ജോലി അവസാനിപ്പിക്കുക. ഞാൻ ആയുഷ്മാൻ രാഠപാലകനെ അഭിവാദ്യം അർപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ രാജ കൊരവിയ ഇങ്ങനെ പറഞ്ഞു: ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ഭക്ഷണവും വിതരണം ചെയ്യുക. രാജാവ് തൻ്റെ ഉത്തമമായിട്ടുള്ള വാഹനങ്ങൾ തയ്യാറാക്കി. അദ്ദേഹം ആ വാഹനത്തിൽ കയറി. അതേപോലെ തന്നെ മറ്റ് ഉത്തമമായിട്ടുള്ള വാഹനങ്ങളും തയ്യാറാക്കിയതിന് ശേഷം രാജകീയ പ്രൗഢിയോടുകൂടി തുല്ലക്കോട്ടികയിലേക്ക് ആയുഷ്മാൻ രാഠപാലനെ കാണാനായിട്ട് അവർ യാത്രയായി. എത്ര ദൂരം വാഹനത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കുമോ അത്രയും ദൂരം വാഹനത്തിൽ യാത്ര ചെയ്തു. അതിനുശേഷം രാജാവ് വാഹനത്തിൽ നിന്ന് ഇറങ്ങി കാൽനടയായിട്ട് അദ്ദേഹത്തിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരും ഒരുമിച്ചിട്ട് ആയുഷ്മാൻ രാഠപാലൻ്റെ അടുത്തെത്തി. രാജാവ് ആയുഷ്മാൻ രാഠപാലനെ അഭിവാദ്യം ചെയ്തു. അഭിവാദ്യങ്ങൾക്കും കുശല പ്രശ്നങ്ങൾക്കും ശേഷം രാജാവ് ഒരു ഭാഗത്ത് ഇരുന്നു. എന്നിട്ട് ആയുഷ്മാൻ രാഠപാലനോട് ഇങ്ങനെ പറഞ്ഞു: ആയുഷ്മാൻ രാഠപാല, താങ്കൾക്ക് ഈ ആനയുടെ പുറത്ത് ഇരിക്കാവുന്നതാണ്. മഹാരാജാവേ, പ്രശ്നമൊന്നുമില്ല, താങ്കൾ അതിൻ്റെ പുറത്ത് ഇരുന്നാലും. ഞാൻ എൻ്റെ ആസനത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ രാജാവ് വിരിച്ചിരിക്കുന്ന ആസനത്തിൽ ഇരുന്നു. എന്നിട്ട് ആയുഷ്മാൻ രട്ടപാലനോട് ഇങ്ങനെ പറഞ്ഞു: ബന്ദേ രാഷ്ട്രപാല, ഈ ലോകത്ത് 4 തരത്തിലുള്ള ക്ഷയങ്ങളുണ്ട്. ഇത് കാരണം ചില വ്യക്തികൾ അവരുടെ തലയും താടിയും മൊട്ടയടിച്ച് കാഷായ വസ്ത്രം ധരിച്ച് ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് ഭിക്ഷുജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. ആ 4 എണ്ണം എന്താണ്? വാർദ്ധക്യം കൊണ്ടുള്ള ക്ഷയം, രോഗങ്ങൾ കൊണ്ടുള്ള ക്ഷയം, ധനത്തിൻ്റെ ക്ഷയം, ബന്ധുക്കളുടെ ക്ഷയം. ആയുഷ്മാൻ രാഠപാല, വാർദ്ധക്യത്തിൻ്റെ ക്ഷയം എന്താണ്? ഏതെങ്കിലും ഒരു വ്യക്തി വയസ്സായിരിക്കുകയാണ്, വൃദ്ധനായിരിക്കുകയാണ്, ഒരുപാട് പ്രായമായിരിക്കുകയാണ്, ഒരുപാട് വർഷങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്, എന്നിട്ട് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന പടവിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ വ്യക്തി ഇങ്ങനെ ചിന്തിക്കുന്നു: ഞാൻ വയസ്സായി, ഒരുപാട് വാർദ്ധക്യമായി, പ്രായം ഏറെയായി, ഒരുപാട് വർഷങ്ങൾ ഞാൻ ജീവിച്ചു, എൻ്റെ ജീവിതത്തിലെ അവസാന തലത്തിൽ ഞാൻ എത്തി നിൽക്കുകയാണ്. ഇനി എനിക്ക് കൂടുതൽ ധനത്തെ സമ്പാദിക്കാൻ സാധ്യമല്ല, ഉള്ള സമ്പാദ്യത്തെ വർദ്ധിപ്പിക്കുവാനും എനിക്ക് സാധ്യമല്ല. എന്തുകൊണ്ട് ഞാൻ താടിയും മുടിയും വടിച്ച് കാഷായ വസ്ത്രം ധരിച്ച് ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസിയായിക്കൂടാ? അതിനാൽ വാർദ്ധക്യക്ഷയം ബാധിച്ചതിനാൽ അവർ
ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസി ആവുന്നു. ഇതിനെയാണ് വാർദ്ധക്യം കൊണ്ടുള്ള ക്ഷയം എന്ന് പറഞ്ഞത്. എന്നാൽ രാഠപാല ബന്ദേ, താങ്കൾ ഇപ്പോൾ യുവത്വത്തിലാണ്, വളരെ ചെറുപ്പമാണ്. താങ്കളുടെ മുടി മുഴുവൻ കറുത്തതാണ്. യുവത്വത്താൽ അനുഗ്രഹീതനാണ്. താങ്കളുടെ ജീവിതത്തിൻ്റെ ഉച്ച അവസ്ഥയിലാണ് താങ്കൾ നിൽക്കുന്നത്. താങ്കൾക്ക് വാർദ്ധക്യത്തിൻ്റെ ക്ഷയം ഒട്ടും തന്നെയില്ല. അപ്പോൾ താങ്കൾ എന്ത് കണ്ടിട്ടാണ്, എന്തറിഞ്ഞിട്ടാണ്, എന്ത് കേട്ടിട്ടാണ് ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസിയായത്? രട്ടപാല ബന്ദേ, രോഗം കൊണ്ടുള്ള ക്ഷയം എന്താണ്? ഏതെങ്കിലും ഒരു വ്യക്തി രോഗിയാണ്, ദുഃഖിക്കുകയാണ്, വളരെ കഠിനമായിട്ടുള്ള രോഗം ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ ഇങ്ങനെ വിചാരിക്കുന്നു, ഞാനിപ്പോൾ രോഗിയാണ്, ദുഃഖിതനാണ്, കഠിനമായിട്ടുള്ള രോഗമാണ്, എനിക്കിനി കൂടുതൽ ധനം സമ്പാദിക്കാൻ സാധ്യമല്ല, ഉള്ള ധനത്തെ എനിക്ക് വർദ്ധിപ്പിക്കാനും സാധ്യമല്ല. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ താടിയും മുടിയും വടിച്ച് കാഷായ വസ്ത്രം ധരിച്ച് ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിച്ച് സന്യാസിയായിക്കൂടാ? അതിനാൽ രോഗം കൊണ്ട് ക്ഷയിച്ച കാരണമാണ് അവർ സന്യാസിയാവുന്നത്. ഇതിനെയാണ് രോഗം കൊണ്ട് ക്ഷയിക്കൽ എന്ന് പറയുന്നത്. രാഠപാല ബന്ദേ, താങ്കൾ ഇപ്പോൾ രോഗിയല്ല, അസുഖങ്ങൾ ഒന്നും തന്നെയില്ല. താങ്കളുടെ വയറിന് നല്ലപോലെ ഭക്ഷണങ്ങൾ ദഹിപ്പിക്കാൻ സാധിക്കുന്നു. അധികം ചൂടോ അധികം തണുപ്പോ ഇല്ല. താങ്കൾക്ക് രോഗം കൊണ്ടുള്ള ക്ഷയവും വന്നിട്ടില്ല. അപ്പോൾ താങ്കൾ എന്തറിഞ്ഞിട്ടാണ്, എന്ത് കണ്ടിട്ടാണ്, എന്ത് കേട്ടിട്ടാണ് ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസിയാകാൻ തീരുമാനിച്ചത്? രട്ടപാല ബന്ദേ, എന്താണ് ധനത്തിൻ്റെ ക്ഷയം? ഒരു വ്യക്തി വളരെയധികം ധനികനാണ്, എല്ലാം തികഞ്ഞവനാണ്, ധാരാളം ധനമുള്ള വ്യക്തിയാണ്. എന്നാൽ പതുക്കെ പതുക്കെ അവരുടെ ധനങ്ങൾ കുറഞ്ഞു വരാൻ തുടങ്ങുന്നു. അപ്പോൾ അവർ ഇങ്ങനെ ആലോചിക്കുന്നു, ഞാൻ പണ്ട് വളരെ ധനികനായിരുന്നു, ധാരാളം ധനമുണ്ടായിരുന്നു, വളരെയധികം സമർത്ഥനായിരുന്നു. എന്നാൽ പതുക്കെ പതുക്കെ എൻ്റെ ധനം കുറഞ്ഞുപോയി. ഇനി എനിക്ക് ഒരുപാട് ധനം സമ്പാദിക്കാൻ സാധ്യമല്ല. ഉള്ള ധനത്തെ വർദ്ധിപ്പിക്കുവാനും എനിക്ക് എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ തലയിലെ രോമങ്ങളും താടി രോമങ്ങളും വടിച്ച് കഷായ വസ്ത്രം ധരിച്ച് എന്തുകൊണ്ട് എനിക്ക് സന്യാസിയായിക്കൂടാ? അവരുടെ ധനത്തിൻ്റെ ക്ഷയത്തിൻ്റെ ഭാഗമായിട്ട് അവർ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിക്കുന്നു. ഇതാണ് ധനത്തിൻ്റെ ക്ഷയം എന്ന് പറയുന്നത്. എന്നാൽ ആയുഷ്മാൻ രട്ടപാലൻ തുല്ലകോട്ടികയിലെ ഒരു ഉയർന്ന കുലത്തിൽപ്പെട്ട വ്യക്തിയാണ്. ധനത്തിന് ഒട്ടും തന്നെ ക്ഷയമുണ്ടായിട്ടില്ല. അപ്പോൾ എന്ത് അറിഞ്ഞിട്ടാണ്, എന്ത് കണ്ടിട്ടാണ്, എന്ത് കേട്ടിട്ടാണ് താങ്കൾ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസിയായത്? രട്ടപാല ബന്ദേ, ബന്ധുക്കളുടെ ക്ഷയം എന്താണ്? ഒരു വ്യക്തിക്ക് നിറയെ കൂട്ടുകാരുണ്ട്, കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്, ബന്ധുക്കളുണ്ട്. എന്നാൽ പതുക്കെ പതുക്കെ അവരുടെ ബന്ധുക്കൾ കുറയുന്നു. അപ്പോൾ അവർ ഇങ്ങനെ ആലോചിക്കുന്നു, എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളും കൂടെ പഠിക്കുന്നവരും അതേപോലെ തന്നെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും ഉണ്ടായിരുന്നു. എന്നാൽ അവരെല്ലാവരും തന്നെ ഇപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇല്ലാതായി. അതുകൂടാതെ എനിക്ക് കൂടുതൽ ധനം ആർജിക്കാൻ അത്ര എളുപ്പമല്ല, ഉള്ള ധനത്തെ വർദ്ധിപ്പിക്കുവാനും എനിക്ക് എളുപ്പമല്ല. എന്തുകൊണ്ട് ഞാൻ താടിയും മുടിയും വടിച്ച് കഷായ വസ്ത്രം ധരിച്ച് ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസിയായിക്കൂടാ? അതിനാൽ ചിലർ ബന്ധുക്കൾ ക്ഷയിച്ചതിന് ശേഷം ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിക്കുന്നു. ഇതിനെയാണ് ബന്ധുക്കളുടെ ക്ഷയം എന്ന് പറയുന്നത്. എന്നാൽ രട്ടപാല ബന്ദയ്ക്ക് ഒരുപാട് മിത്രങ്ങളുണ്ട്, കൂട്ടുകാരുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്, ബന്ധുക്കളുണ്ട്. ബന്ധുക്കളുടെ ക്ഷയം താങ്കൾക്ക് ഒട്ടും തന്നെ ഇല്ല. അതിനാൽ എന്ത് അറിഞ്ഞിട്ടാണ്, എന്ത് കണ്ടിട്ടാണ്, എന്ത് കേട്ടിട്ടാണ് താങ്കൾ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ചത്? ഇത് 4 തരത്തിലുള്ള ക്ഷയങ്ങളാണ്. ഇതുകൊണ്ടാണ് ചില വ്യക്തികൾ തലമുടിയും താടിയും വടിച്ച് കാഷായ വസ്ത്രം ധരിച്ച് ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിച്ച് സന്യാസിയാവുന്നത്. ആയുഷ്മാൻ രട്ടപാലനാകട്ടെ ഇത് ഒന്നും തന്നെയില്ല. അതിനാൽ താങ്കൾ എന്തറിഞ്ഞിട്ടാണ്, എന്ത് കണ്ടിട്ടാണ്, എന്ത് കേട്ടിട്ടാണ് ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസിയായത്? സാധാരണ ഒരു വ്യക്തി സന്യാസിയാകാനുള്ള 4 കാര്യത്തെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് വ്യക്തിക്ക് വാർദ്ധക്യം വന്നു, അല്ലെങ്കിൽ രോഗം വന്നു, അല്ലെങ്കിൽ ബന്ധുക്കൾ നഷ്ടമായി, അല്ലെങ്കിൽ ധനം നഷ്ടമായി. ഈ കാരണത്താലാണ് ആൾക്കാർ സാധാരണയായിട്ട് ഭിക്ഷുക്കളാകുന്നത്, സന്യാസികളാകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. മഹാരാജാവേ, ആ ഭഗവാൻ അദ്ദേഹം എല്ലാം അറിയുകയും കാണുകയും ചെയ്യുന്ന ഭഗവാനാണ്.
അർഹന്തനാണ്, സമ്മാസംബുദ്ധനാണ്. അദ്ദേഹം ധർമ്മത്തിൻ്റെ 4 സംക്ഷിപ്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനെ അറിഞ്ഞതുകൊണ്ട്, കണ്ടതുകൊണ്ട്, കേട്ടതുകൊണ്ടാണ് ഞാൻ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസിയായത്. എന്താണ് ആ 4 കാര്യങ്ങൾ? ഉപനീയതി ലോകോ അധ്വോതി. ഈ ലോകം ഉറപ്പില്ലാത്തതാണ്, ഒഴുകിപ്പോകുന്നതാണ്. ഇതാണ് ധർമ്മത്തിൻ്റെ ആദ്യത്തെ സംക്ഷിപ്തമായിട്ടുള്ള വിവരണം ആ ഭഗവാൻ അർഹന്തനായിട്ടുള്ള സമ്മാസംബുദ്ധൻ തന്നിട്ടുള്ളത്. അതിനെ അറിഞ്ഞിട്ടാണ്, കണ്ടിട്ടാണ്, കേട്ടിട്ടാണ് ഞാൻ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസിയായത്. അതാണോ ലോകേ അനഭിസരോതി. ഈ ലോകത്തിൽ അഭയസ്ഥാനം ഒന്നും തന്നെ ഇല്ല, രക്ഷിക്കാനും ആരും തന്നെയില്ല. ഇതാണ് രണ്ടാമത്തെ ധർമ്മത്തിൻ്റെ സംക്ഷിപ്ത വിവരണം. അത് എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന ആ ഭഗവാനായിട്ടുള്ള അർഹന്തനായിട്ടുള്ള സമ്മാസംബുദ്ധൻ പറഞ്ഞിട്ടുള്ളത്. അതിനെ അറിഞ്ഞുകൊണ്ട്, അതിനെ കേട്ടുകൊണ്ട്, അതിനെ കണ്ടുകൊണ്ടാണ് ഞാൻ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് ഭിക്ഷുവായത്. അസഗോ ലോകോ സബ്ബം പഹായ ഗമനീയന്തി. ഈ ലോകത്തിന് ആരും തന്നെ ഉടമസ്ഥരല്ല. ഇതിനെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് പോകേണ്ടതുണ്ട്. ഇതാണ് മൂന്നാമത്തെ ധർമ്മത്തിൻ്റെ രത്നച്ചുരുക്കം. ആ എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന ഭഗവാനായിട്ടുള്ള അർഹന്തനായിട്ടുള്ള സമ്മാസംബുദ്ധൻ പറഞ്ഞിട്ടുള്ളത്. അതിനെ അറിഞ്ഞുകൊണ്ടാണ്, കണ്ടുകൊണ്ടാണ്, കേട്ടുകൊണ്ടാണ് ഞാൻ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസിയായത്. ഊനോ ലോകേ അതിഷ്ഠോ തൻഹാ ദാസോതി. ഈ ലോകം എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അവർക്ക് ഒരിക്കലും തൃപ്തിയില്ല. തൃഷ്ണയുടെ ദാസന്മാരാണ് ഈ ലോകം എല്ലാം. ഇതാണ് ആ ധർമ്മത്തിൻ്റെ 4ാമത്തെ രത്നച്ചുരുക്കം. എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന ഭഗവാനായിട്ടുള്ള അർഹന്തനായിട്ടുള്ള സമ്മാസംബുദ്ധൻ പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്. ഇതിനെ അറിഞ്ഞിട്ടാണ്, കണ്ടിട്ടാണ്, കേട്ടിട്ടാണ് ഞാൻ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ചത്. മഹാരാജ, ആ എല്ലാം അറിയുന്ന ഭഗവാൻ, എല്ലാം കാണുന്ന അർഹന്തനായിട്ടുള്ള സമ്മാസംബുദ്ധനായിട്ടുള്ള അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള 4 ധർമ്മങ്ങളുടെ രത്നച്ചുരുക്കമാണ് ഇത്. ഇത് അറിഞ്ഞിട്ടാണ്, കണ്ടിട്ടാണ്, കേട്ടിട്ടാണ് ഞാൻ എൻ്റെ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് ഭിക്ഷുവായിട്ട് തീർന്നിട്ടുള്ളത്. ഈ ലോകം ഉറപ്പില്ലാത്തതാണ്, ഒഴുകിപ്പോകുന്നതാണ് എന്നാണ് ബന്ദേ രട്ടബാലോ പറഞ്ഞത്. ഈ പ്രസ്താവനയുടെ അർത്ഥം ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? മഹാരാജ, താങ്കൾ എന്താണ് കരുതുന്നത്? താങ്കൾക്ക് 20 അല്ലെങ്കിൽ 25 വയസ്സായിട്ടുള്ള സമയത്ത് താങ്കൾ ആനകളുടെ പുറത്ത് സവാരി ചെയ്യുമായിരുന്നു, കുതിരയുടെ പുറത്ത് സവാരി ചെയ്യുമായിരുന്നു, രഥങ്ങളുടെ പുറത്ത് സവാരി ചെയ്യുമായിരുന്നു. താങ്കൾ ധനുർവിദ്യയും ശസ്ത്രവിദ്യയും അഭ്യസിച്ചിരുന്നു, അങ്ങനെയല്ലേ? അതുകൂടാതെ താങ്കളുടെ കാലുകൾക്കും കൈകൾക്കും നല്ല ഉറപ്പുണ്ടായിരുന്നു. എന്തും തന്നെ ചെയ്യാൻ കഴിയുമായിരുന്നു. യുദ്ധത്തിൽ താങ്കൾ പ്രാവീണ്യമുള്ളവനായിരുന്നു, അല്ലേ? ബന്ദേ രാഠബാല, തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയായിരുന്നു. 20-25 വയസ്സ് പ്രായമായിരുന്ന സമയത്ത് എൻ്റെ ശരീരം നല്ല ഉറപ്പുള്ളതായിരുന്നു. എനിക്ക് ആനപ്പുറത്തുള്ള സവാരി, കുതിരസവാരി, രഥസവാരി, ധനുർവിദ്യ, ശസ്ത്രവിദ്യ ഇതെല്ലാം എനിക്കറിയുമായിരുന്നു. ചിലപ്പോൾ എനിക്ക് ഇങ്ങനെയും തോന്നുമായിരുന്നു, എനിക്ക് അദൃശ്യമായിട്ടുള്ള എന്തോ അത്ഭുത സിദ്ധികളുണ്ട്. അതുകൊണ്ട് ആർക്കും എൻ്റെ ബലത്തിൽ എന്നെ തോൽപ്പിക്കാൻ സാധിക്കുമായിരുന്നില്ല എന്ന് ഞാൻ കരുതിയിരുന്നു. മഹാരാജ, താങ്കൾ എന്താണ് കരുതുന്നത്? ഈ സമയത്ത് താങ്കളുടെ കൈക്കും കാലിനും അതേപോലെ ബലമുണ്ടോ? എന്തും ചെയ്യാൻ കഴിവുണ്ടോ? യുദ്ധത്തിൽ പങ്കെടുക്കാൻ യോഗ്യനാണോ? ഇല്ല ബന്ദേ രാഠബാല. എനിക്കിപ്പോൾ വയസ്സായി, വാർദ്ധക്യമായി, ഒരുപാട് വയസ്സ് കൂടി. ഒരുപാട് കാലം ഞാൻ ജീവിച്ചു. ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ വന്നു നിൽക്കുകയാണ്. എനിക്കിപ്പോൾ 80 വർഷങ്ങൾ പ്രായമുണ്ട്. ചിലപ്പോൾ ഞാൻ ഒരു ഭാഗത്ത് കാല് വയ്ക്കാൻ ആഗ്രഹിക്കും. എന്നാൽ എൻ്റെ കാല് വേറെ ചില ഇടത്തായിരിക്കും ചെന്ന് എത്തുക. മഹാരാജ, ഇതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞത്. ഈ ലോകം ഉറപ്പില്ലാത്തതാണ്, ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. ബന്ദേ രട്ടബാല, ഇത് വളരെ ആശ്ചര്യകരമായിട്ടുള്ള കാര്യമാണ്, അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. ഭഗവാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യം വളരെ ശരിയാണ്. തീർച്ചയായിട്ടും ഈ ലോകത്തിന് ഉറപ്പില്ല, ഇത് ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. രാഠബാല ബന്ദേ, ഞങ്ങളുടെ ഈ കൊട്ടാരത്തിൽ താങ്കൾക്ക് വളരെ ഉത്തമമായിട്ടുള്ള ആനയുടെ സൈന്യം, കുതിരയുടെ സൈന്യം, രഥങ്ങൾ, യോദ്ധാക്കൾ ഇവരെല്ലാം കാണാവുന്നതാണ്. എവിടെ നിന്ന് ഭയമുണ്ടായിക്കഴിഞ്ഞാലും തീർച്ചയായിട്ടും ഇവർ നമ്മളെ സംരക്ഷിക്കാൻ പ്രയത്നിക്കും.
എന്നാലും താങ്കൾ ഇങ്ങനെ പറഞ്ഞു, ഈ ഈ ലോകത്തിൽ ഒരു സ്ഥലത്തും നമ്മൾക്ക് അഭയമില്ല, നമ്മളെ സംരക്ഷിക്കാൻ ആരും തന്നെയില്ല. ഈ പ്രസ്താവനയുടെ അർത്ഥം ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? മഹാരാജാവേ, താങ്കൾ എന്താണ് കരുതുന്നത്? താങ്കൾക്ക് ദീർഘകാലമായിട്ട് ഏതെങ്കിലും രോഗം ഉണ്ടോ? രട്ടബാല ബന്ദേ, എനിക്ക് ദീർഘകാലമായിട്ട് ഞാൻ രോഗിയാണ്. ചില സമയത്ത് എൻ്റെ മിത്രങ്ങളും കൂട്ടുകാരും കുടുംബാംഗങ്ങളും ബന്ധുക്കളും എൻ്റെ ചുറ്റും നിൽക്കും. എന്നിട്ട് അവർ ഇങ്ങനെ ആലോചിക്കും, ഇപ്പോൾ രാജാവ് മരിക്കും, ഇപ്പോൾ രാജാവ് മരിക്കും. മഹാരാജാവേ, താങ്കൾ എന്താണ് കരുതുന്നത്? താങ്കൾക്ക് താങ്കളുടെ സുഹൃത്തുക്കളിൽ നിന്നോ കൂട്ടുകാരിൽ നിന്നോ കുടുംബാംഗങ്ങളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഈ രീതിയിൽ സഹായം അഭ്യർത്ഥിക്കാൻ സാധിക്കുമോ? എൻ്റെ മിത്രങ്ങളെ, കൂട്ടുകാരെ, കുടുംബാംഗങ്ങളെ, ബന്ധുക്കളെ, എല്ലാവരും കൂടി എൻ്റെ ഈ വേദനയെ പങ്കിട്ടെടുക്കുക. അതുമൂലം ഞാൻ കുറച്ച് വേദനയെ അനുഭവിക്കുകയുള്ളൂ എന്ന് പറയാൻ താങ്കൾക്ക് സാധിക്കുമോ? അല്ലെങ്കിൽ താങ്കൾക്ക് ഒറ്റയ്ക്ക് തന്നെ ആ വേദന അനുഭവിക്കേണ്ടതുണ്ടോ? രട്ടബാല ബന്ദേ, എനിക്ക് ഒരിക്കലും എൻ്റെ സുഹൃത്തുക്കളും കൂട്ടുകാരും കുടുംബാംഗങ്ങളും ബന്ധുക്കളുമായിട്ട് എൻ്റെ വേദന എനിക്ക് പങ്കുവയ്ക്കാൻ സാധിക്കില്ല. ഞാൻ സ്വയം ഒറ്റയ്ക്ക് അത് അനുഭവിക്കുക തന്നെ വേണം. മഹാരാജ, അതുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞത്, ഈ ലോകത്തിൽ നമ്മൾക്ക് ആരും അഭയം തരാനില്ല, നമ്മളെ രക്ഷിക്കാനും ആരും തന്നെയില്ല. ബന്ദേ രട്ടബാല, ഇത് ആശ്ചര്യകരമായിട്ടുള്ള കാര്യമാണ്, അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. ഭഗവാൻ പറഞ്ഞത് വളരെ വളരെ ശരിയാണ്. തീർച്ചയായിട്ടും ഈ ലോകത്ത് അഭയസ്ഥാനം ഒന്നും തന്നെയില്ല, നമ്മളെ ആരും തന്നെ രക്ഷിക്കാനും ഇല്ല. രട്ടബാല ബന്ദേ, ഈ കൊട്ടാരത്തിൽ താങ്കൾക്ക് ധാരാളം സ്വർണവും അതേപോലെ തന്നെ വിലപിടിപ്പുള്ള രത്നങ്ങളും പലയിടത്തുമായിട്ട് വെച്ചിരിക്കുന്നത് അറിയാവുന്നതാണ്. നിലവറകളിലും അതേപോലെ തന്നെ ഉയർന്ന ഗോപുരങ്ങളിലും അവ സൂക്ഷിച്ചിട്ടുണ്ട്. എങ്കിലും താങ്കൾ ഇങ്ങനെ പറഞ്ഞു, ഈ ലോകം ആരുടെയും സ്വന്തമല്ല, ഇതിനെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് പോകണം എന്ന് പറഞ്ഞു. ഈ പ്രസ്താവനയുടെ അർത്ഥം ഞാൻ എങ്ങനെയാണ് കാണേണ്ടത്? മഹാരാജ, താങ്കൾ എന്താണ് കരുതുന്നത്? ഈ സമയത്ത് താങ്കൾ വളരെയധികം സുഖിക്കുന്നു. താങ്കൾക്ക് 5 തരത്തിലുള്ള ഇന്ദ്രിയ സുഖങ്ങൾ ലഭ്യമാണ്. എന്നാൽ ഈ സുഖസൗകര്യങ്ങളും 5 ഇന്ദ്രിയ സുഖങ്ങളും അടുത്ത ജീവിതത്തിൽ ലഭ്യമാക്കാൻ താങ്കൾക്ക് സാധിക്കുമോ? അടുത്ത ജീവിതത്തിലും ഇതേപോലെ തന്നെ താങ്കൾ സുഖങ്ങൾ അനുഭവിക്കുമോ? 5 തരത്തിലുള്ള ഇന്ദ്രിയ സുഖങ്ങൾ അടുത്ത ജീവിതത്തിലും താങ്കൾക്ക് അനുഭവിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ താങ്കൾ മരിച്ചതിന് ശേഷം മറ്റുള്ളവരാണോ ഈ സമ്പത്തുകൾ മുഴുവൻ ആസ്വദിക്കുക? ബന്ദേ രട്ടബാല, അടുത്ത ജീവിതത്തിലും ഇതേപോലെ തന്നെ സുഖാനുഭവങ്ങൾ ഉണ്ടാകും, ഇന്ദ്രിയ സുഖങ്ങൾ എനിക്ക് അനുഭവിക്കാൻ സാധിക്കും എന്ന് എനിക്ക് ഒരിക്കലും ഉറപ്പുവരുത്താൻ സാധിക്കില്ല. അതിനു പകരം മറ്റുള്ളവർ തീർച്ചയായിട്ടും ഈ സ്വത്തുക്കൾ എല്ലാം തന്നെ, ഈ സ്വത്തുക്കളുടെ അവകാശികൾ മറ്റുള്ളവരായിട്ട് തീരും. പക്ഷേ ഞാൻ എൻ്റെ കർമ്മങ്ങൾക്ക് അനുസരിച്ച് ഞാൻ ഈ ജീവിതം ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോവുകയും വേണം. മഹാരാജ, ഇതിനാലാണ് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞത്, ഈ ലോകത്തിന് ആരും തന്നെ ഉടമയില്ല, ഈ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ലോകത്തു നിന്ന് പോവുക തന്നെ വേണം. രട്ടബാല ബന്ദേ, ഇത് വളരെ ആശ്ചര്യകരമായിട്ടുള്ള കാര്യമാണ്, അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ലോകത്തിന് ആരും തന്നെ അധിപതിയല്ല. നമ്മളെല്ലാവരും ഈ നമ്മുടെ കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് പോവുക തന്നെ വേണം. ബന്ദേ രട്ടബാല, താങ്കൾ ഇങ്ങനെയും പറഞ്ഞു, ഈ ലോകം ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും, ഈ ലോകത്തിന് ഒരിക്കലും തൃപ്തിയില്ല, തൃഷ്ണയുടെ അധീനതയിലാണ് ഈ ലോകമെന്ന് പറഞ്ഞു. ഈ പ്രസ്താവനയുടെ അർത്ഥം ഞാൻ ഏത് രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്? മഹാരാജാവേ, താങ്കൾ എന്താണ് കരുതുന്നത്? താങ്കൾ കുരു എന്ന സമൃദ്ധമായിട്ടുള്ള രാജ്യത്തിൻ്റെ ഭരണമല്ലേ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അതേ രട്ടബാല ബന്ദേ, ഞാൻ കുരു എന്ന സമൃദ്ധമായിട്ടുള്ള രാജ്യത്തിൻ്റെ ഭരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഹാരാജാവേ, താങ്കൾ എന്ത് കരുതുന്നു? ഉദാഹരണമായിട്ട് താങ്കൾക്ക് വിശ്വസിക്കാവുന്ന, ആശ്രയിക്കാവുന്ന ഒരു വ്യക്തി കിഴക്കുനിന്ന് വരികയാണ്. എന്നിട്ട് അദ്ദേഹം താങ്കളെ സമീപിച്ച് ഇങ്ങനെ പറയുന്നു, മഹാരാജാവേ, താങ്കൾ ഇക്കാര്യത്തെപ്പറ്റി അറിയണം. ഞാൻ കിഴക്കുനിന്നാണ് വരുന്നത്. അവിടെ ഞാൻ വലിയൊരു രാജ്യം കണ്ടു.
അത് വളരെ പുരോഗമിച്ചതാണ്, സമൃദ്ധമാണ്, ധാരാളം ജനങ്ങളവിടെയുണ്ട്, ഒരുപാട് ജനസംഖ്യയുള്ള രാജ്യമാണ്. അവർക്ക് അനവധി ആനകളുടെ സൈന്യം, കുതിരകളുടെ സൈന്യം, രഥങ്ങൾ, അതേപോലെ തന്നെ യോദ്ധാക്കളുണ്ട്. ധാരാളം ധനവും ധാന്യങ്ങളും അവിടെയുണ്ട്. ധാരാളം സ്വർണ്ണ നാണയങ്ങളും വിലപ്പെട്ട രത്നങ്ങളും അവിടെയുണ്ട്. അതുകൂടാതെ എടുക്കുന്നതിന് ധാരാളം സ്ത്രീകളും അവിടെ ഉണ്ട്. താങ്കളുടെ കൈവശം ഉള്ള സേനകൾ കൊണ്ട് താങ്കൾക്ക് തീർച്ചയായിട്ടും അതിനെ കീഴടക്കാൻ സാധിക്കും. മഹാരാജാവേ, അതിനെ കീഴടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ എന്തു ചെയ്യും? ബന്ദേ, ഞാൻ തീർച്ചയായിട്ടും അതിനെ കീഴടക്കും, എന്നിട്ട് അതിൽ ഭരിക്കും. രാജാവേ, താങ്കൾ എന്താണ് കരുതുന്നത്? താങ്കൾക്ക് വിശ്വാസമുള്ള, ആശ്രയിക്കാവുന്ന ഒരു വ്യക്തി പടിഞ്ഞാറെന്നും വരികയാണ്, വടക്കുന്ന് വരികയാണ്, തെക്കുന്ന് വരികയാണ്, സമുദ്രത്തിൻ്റെ ദിശയിൽ നിന്ന് വരികയാണ്. ഇവർ എല്ലാവരും ചാരന്മാർ തന്നെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, രാജാവിന് വിശ്വാസയോഗ്യമായിട്ടുള്ള, പറഞ്ഞ കാര്യം ഉറപ്പിക്കാൻ യോഗ്യരായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അവരെല്ലാവരും താങ്കളുടെ അടുത്ത് വന്നിട്ട് ഇപ്രകാരം തന്നെ പറയും: മഹാരാജാവേ, താങ്കൾ ഇത് അറിയേണ്ടതുണ്ട്. ഞാൻ വരുന്ന ആ ദിശയിൽ ഒരു വലിയ രാജ്യമുണ്ട്, സമൃദ്ധമാണ്, ധനം, ധാന്യം അവിടെ ഒരുപാടുണ്ട്, സേനകളും ഒരുപാടുണ്ട്, സ്ത്രീരത്നങ്ങളും അവിടെ ധാരാളമുണ്ട്. താങ്കളുടെ ഈ സേന കൊണ്ട് താങ്കൾക്ക് തീർച്ചയായിട്ടും അതിനെ കീഴടക്കാൻ സാധിക്കും. കീഴടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാജാവേ, താങ്കൾ എന്തു ചെയ്യും? രക്ഷപാലബന്ധേ, ഞാൻ തീർച്ചയായിട്ടും ആ രാജ്യങ്ങളെ കീഴടക്കും, എന്നിട്ട് അതിൽ ഭരിക്കാൻ തുടങ്ങും. മഹാരാജാവേ, ഇത് തന്നെയാണ് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞത്: ഈ ലോകത്തിൻ്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും പൂർത്തിയാകില്ല, ആഗ്രഹങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. തൃഷ്ണയുടെ ദാസന്മാരാണ് ഈ ലോകം. മഹാരാജാവേ, ഈ കാര്യത്തിനെ ഈ രീതിയിൽ അറിഞ്ഞതുകൊണ്ട്, കണ്ടതുകൊണ്ട്, കേട്ടതുകൊണ്ടാണ് ഞാൻ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസിയായിട്ട് തീർന്നത്. രക്ഷപാലബന്ധേ, വളരെ ആശ്ചര്യം, വളരെ അത്ഭുതം. ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യം വളരെ ശരി തന്നെയാണ്. ഈ ലോകം തീർച്ചയായിട്ടും ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. ആഗ്രഹങ്ങളിൽ ആർക്കും തൃപ്തി വരുന്നതേയില്ല. തൃഷ്ണയുടെ ദാസന്മാരാണ് ഇവരെല്ലാം. ഇതാണ് ആയുഷ്മാൻ രക്ഷപാലൻ പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം ഇപ്രകാരം ആദിയിലൂടെ പറഞ്ഞു: ഞാൻ ഈ ലോകത്ത് ധാരാളം ധനികരെ കാണുന്നുണ്ട്, പക്ഷേ മോഹത്താൽ അവർ ഒരിക്കലും ആ ധനം കൊടുക്കുന്നില്ല. രാഗത്താൽ ആ ധനത്തെ അവർ കൂട്ടുപിടിക്കുകയാണ്. കൂടുതൽ ഇന്ദ്രിയ സുഖങ്ങൾക്കായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. ഒരു രാജാവ് ഭൂമിയെ ബലപ്രയോഗത്താൽ കീഴ്പ്പെടുത്തി സമുദ്രത്തിൽ നിന്ന് സമുദ്രം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഭരിക്കുന്നു. സമുദ്രത്തിൻ്റെ ഇക്കരയിൽ ഉള്ളത് മാത്രം പോരാ, അക്കരയിലുള്ളതും വേണം എന്ന് കരുതുന്നു. രാജാക്കന്മാർ മാത്രമല്ല, മറ്റുള്ളവരെയും തൃഷ്ണ പോകാതെ തന്നെയാണ് മരണത്തെ പ്രാപിക്കുന്നത്. ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഈ ശരീരത്തെ ഉപേക്ഷിക്കുന്നത്. ഇന്ദ്രിയ സുഖങ്ങൾ ഈ ലോകത്തിൽ ഒരിക്കലും പൂർത്തിയാകില്ല. അവരുടെ ബന്ധുക്കൾ കരയാൻ തുടങ്ങും. ഇവർ അനശ്വരരല്ല എന്ന് പറഞ്ഞ് അവർ കരയാൻ തുടങ്ങും. അവർ മൃതശരീരത്തെ ഒരു തുണിയിൽ പൊതിയും, എന്നിട്ട് ചിതയിൽ വെച്ച് അതിനെ ഭസ്മമാക്കും. അത് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൽ കുന്തങ്ങൾ കൊണ്ട് കുത്തും. ചെറിയൊരു തുണിക്കഷ്ണത്തിൽ എല്ലാ ധനവും പോയി. താങ്കൾ മരിക്കുന്ന സമയത്ത് ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ താങ്കളെ സഹായിക്കാൻ സാധിക്കില്ല. താങ്കളുടെ ധനമെല്ലാം താങ്കളുടെ അവകാശികൾ എടുക്കുന്നു. താങ്കൾ താങ്കളുടെ കർമ്മങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്നു. ആ ധനം നമ്മൾ മരിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ പുറകെ വരുന്നില്ല. നമ്മുടെ കുട്ടികളോ ഭാര്യയോ ധനമോ അതേപോലെ തന്നെ രാജ്യമോ നമ്മളുടെ പക്കൽ വരുന്നില്ല. ധനം കൊണ്ട് ദീർഘമായിട്ടുള്ള ജീവിതം ഒരിക്കലും ലഭിക്കില്ല. ധനം കൊണ്ട് വാർദ്ധക്യത്തെ തടയാൻ സാധിക്കില്ല. പ്രജ്ഞാവാന്മാർ പറയുന്നു, ജീവിതം വളരെ ചെറുതാണ്, ഇത് നാശവാനാണ്, എല്ലായ്പ്പോഴും നിലനിൽക്കുന്നതല്ല. പണക്കാരനും പാവപ്പെട്ടവനും അതിൻ്റെ സ്പർശം അനുഭവിക്കുന്നു, അതായത് മരണത്തിൻ്റെ. പണ്ഡിതനും പാമരനും അത് അനുഭവിക്കുന്നു. എന്നാൽ മഠയന്മാരെ അവരുടെ തെറ്റുകൾ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. എന്നാൽ അത് സ്പർശിക്കുന്ന സമയത്ത് വിദ്വാൻമാരായിട്ടുള്ള ജനങ്ങൾ ഭയക്കുന്നതല്ല. അതിനാൽ പ്രജ്ഞയാണ് ധനത്തേക്കാൾ നല്ലത്. പ്രജ്ഞ മൂലമാണ് നിങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പദവി ലഭിക്കുന്നത്. എന്നാൽ മോഹം മൂലമാണ് നിങ്ങൾക്ക് ഉയർന്ന പദവി ലഭിക്കാത്തത്. അതുമൂലം ഓരോ ജന്മത്തിലും നിങ്ങൾ തെറ്റായിട്ടുള്ള കർമ്മങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു വ്യക്തി ഗർഭപാത്രത്തിൽ പ്രവേശിക്കുന്നു, മറ്റുള്ള ലോകത്തും പോയിട്ട് ജനിക്കുന്നു.
എന്നിട്ട് ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് ഓടിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ കുറച്ച് പ്രജ്ഞയുള്ളവർ അവരുടെ വിശ്വാസം വെച്ചുകൊണ്ട് അവർ ആ ഗർഭപാത്രത്തിൽ പ്രവേശിക്കുന്നു, അതിന് അപ്പുറത്തുള്ള ലോകത്തിലും പ്രവേശിക്കുന്നു. ഒരു കൊള്ളക്കാരൻ ഒരു ജനലിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ തെറ്റായിട്ടുള്ള കർമ്മങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി ശിക്ഷിക്കപ്പെടും. ഈ ലോകത്തിൽ നിന്ന് നമ്മൾ പോയതിന് ശേഷം നമ്മുടെ കർമ്മങ്ങൾക്ക് അനുസരിച്ച ശിക്ഷ നമ്മൾക്ക് ലഭിക്കും. ഇന്ദ്രിയ സുഖങ്ങൾ നാനാപ്രകാരത്തിലുള്ളതാണ്, സുന്ദരമാണ്, സുഖകരമാണ്. എന്നാൽ അത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന സമയത്ത് നിങ്ങളെ അത് ബുദ്ധിമുട്ടിക്കുന്നു. ആ ഇന്ദ്രിയ സുഖങ്ങളിൽ ഭയം ദർശിച്ചുകൊണ്ടാണ് മഹാരാജാവേ ഞാൻ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ചത്. ഒരു ഫലം ഒരു മരത്തിൽ നിന്ന് വീഴുന്നത് പോലെ, അതുപോലെ തന്നെ ആൾക്കാർ, പ്രായമായവരും ചെറുപ്പക്കാരും വീഴുന്നു, അവരുടെ ശരീരം നഷ്ടമാകുന്നു. ഇത് കണ്ടതുകൊണ്ടാണ് മഹാരാജാവേ ഞാൻ പ്രവജ്യ നേടിയത്. ഈ പ്രവജ്യ ജീവിതം തീർച്ചയായിട്ടും നാശമില്ലാത്തതാണ്, കുറേ കൂടി നല്ലതാണ്. രട്ടബാല സൂത്തം നിഠിതം വളരെ നല്ല സൂത്രമാണ്. സൂത്രം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും ഷെയർ ചെയ്യുക. കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അല്പസമയം പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.